സർ ഇപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഈ സൈറ്റ് വിസിറ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്? അത് കമ്പൾസറി ആണോ ശരിക്കും? സൈറ്റ് വിസിറ്റിന്റെ ഇമ്പോർട്ടൻസ് ആക്ച്വലി ഡേ ബിഫോർ യെസ്റ്റർഡേ നമുക്കൊരു ക്ലയൻറ്റിൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാൻ, ഒരു ലൊക്കേഷൻ സ്കെച്ച് ഷെയർ ചെയ്തു, റിക്വയർമെൻറ്റ്സ് തന്നു, എനിക്ക് പ്ലാൻ വേണം. ഓക്കെ, ഇതായിരുന്നു ആ ക്ലയൻറ്റിൻ്റെ ഒരു എൻക്വയറി. ഓക്കെ, ലൊക്കേഷൻ സ്കെച്ച്, റിക്വയർമെൻറ്റ്സ്, സ്പെക് അല്ല, ബേസിക് റൂം റിക്വയർമെൻറ്റ്സ്. അതെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ലൊക്കേഷൻ സ്കെച്ച്, റിക്വയർമെൻറ്റ്സ്, അവർക്ക് പ്ലാൻ വേണം. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു ക്ലയന്റ് റിക്വയർമെന്റ് തന്നെയാണ് പറഞ്ഞു എൻ്റെ അടുത്ത്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ഒരു ലൊക്കേഷൻ സ്കെച്ചിൽ ആ ഒരു പറഞ്ഞപ്പോൾ 2 ബെഡ്റൂമോ അല്ലെങ്കിൽ 6 ബെഡ്റൂമോ നമ്മൾ വരച്ച് കിച്ചൺ, ലിവിംഗ് റൂം, സിറ്റ് ഔട്ട്, വരാന്ത, പൂള്, ഹോം തിയേറ്റർ ഇതെല്ലാം വരച്ച് നമ്മൾ കൊടുത്തു. അതിമനോഹരമായ പ്ലാൻ ആ ലൊക്കേഷൻ സ്കെച്ചിനനുസരിച്ച് കൊടുത്തു. സോ അത് ചിലപ്പോൾ ക്ലയന്റിന് ഇഷ്ടപ്പെട്ടു എന്നിരിക്കാം. ഓക്കെ, പക്ഷെ ആ ഈ ക്ലയന്റ് കാണുന്നത് ഈ ഒരു പേപ്പറിലെ കാണുന്നുള്ളൂ. ഇത് ആ സൈറ്റിൽ മാച്ച് ആണോ അല്ലയോ, സൈറ്റിൻ്റെ ഒരു ടെറൈൻ ഉണ്ട്, സൈറ്റിനൊരു ഫീൽ ഉണ്ട്. ഓക്കെ, സൈറ്റിൻ്റെ നൈബർഹുഡ്സ് ഉണ്ട്, പുറത്തു നിന്ന് സൈറ്റിലോട്ടുള്ളൊരു വ്യൂ ഉണ്ട്, വീട്ടിൽ നിന്ന് പുറത്തോട്ടൊരു വ്യൂ ഉണ്ട്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു പ്രോപ്പറായിട്ട് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കൊരു വീട് വെക്കാനായിട്ട് പറ്റുള്ളൂ. സൈറ്റ് വിസിറ്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ എങ്ങനത്തെയാണ് ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാം ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വരച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഞാൻ ഒരു 100% യോജിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവാണ്, ഒരു പേഷ്യൻ്റ് പറയാണ് എനിക്ക് ക്രോസിൻ വേണം, എനിക്ക് ഡോളോ വേണം, എനിക്ക് പാരസെറ്റമോൾ വേണം. സോ അതനുസരിച്ചാണ് ഡോക്ടർ എഴുതി കൊടുക്കുന്നത്. അല്ല, ഫസ്റ്റ് അനലൈസ് ചെയ്യുക, അത് ഡയഗ്നോസ് ചെയ്തിട്ട് മാത്രമേ അതിനുള്ള മെഡിസിൻ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ക്രോസിൻ കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ക്രോസിനല്ല കഴിക്കേണ്ടത്. ഓക്കെ, അതിനു വേണ്ടി വേറെ മരുന്നാണെങ്കിൽ വേറെ മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇന്ന കാരണം കൊണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യണം? പരിശോധിക്കണം. അത് ക്ലയൻറ്റ് പറയുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് പറയുന്ന രീതിയിലല്ല മരുന്ന് കൊടുക്കുന്നത്. സെയിം നമ്മളൊരു സൈറ്റ് ഇപ്പം പറയാണ്, ഒരു സിംറ്റംസ് പറയാണ് എനിക്ക് ഇന്ന വേണം എന്ന് പറയണ പോലെ എനിക്ക് ഇന്ന റിക്വയർമെന്റ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ ആ ബോഡിയിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് മാച്ച് ആണോ ഇല്ലെങ്കിൽ എങ്ങനെ അത് മാച്ച് ആക്കാം, ആ റിക്വയർമെന്റ്സ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മുടെ ഒട്ടുമിക്ക ദൂരെയുള്ള സൈറ്റ്സ് ആണെങ്കിലും ഇവിടെ അടുത്തുള്ള സൈറ്റ്സ് ആണെങ്കിലും എങ്ങനെ വന്നാലും നമ്മൾ ഫസ്റ്റ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കമ്പൽസറി ആയിട്ട് സൈറ്റ് പോയി കാണും. പോയി കണ്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈവൻ ക്ലയന്റ് റിക്വയർമെന്റ് ഒന്നും കൂടി മാപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അതിനു മുമ്പ് ക്ലയന്റ് റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും നമ്മൾ സൈറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ രണ്ടാമതൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് സൈറ്റിന്റെ ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് മാപ്പ് ചെയ്യുള്ളൂ. അത് കമ്പൽസറി ആണ് നമ്മുടെ ഫേമിൽ, നമ്മളത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. സാർ ഇപ്പോൾ സൈറ്റ് വിസിറ്റിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലോ, അപ്പോൾ അതുപോലെ ഒരു ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിങ് സ്റ്റേജിൽ എന്തൊക്കെ ഡ്രോയിങ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ ഡ്രോയിങ്സ് ആയിരിക്കും അവിടെ ആവശ്യമായിട്ട് വരിക ബേസിക്കലി? ഓക്കെ,